ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MG ടൈം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബനാന സ്നാക്കാണ്. പഴംപൊരി കഴിച്ച് മടുത്തെങ്കിൽ ഇതേപോലെ ചിക്കൻ വെച്ച് ഒന്ന് പഴം നിറച്ചത് ട്രൈ ചെയ്ത് നോക്കൂ. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ചിക്കൻ ഫില്ലിങ്ങുമുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്, എല്ലില്ലാത്ത ചിക്കൻ. ഇതിൽ കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്താണ്. ഇനി ഇത് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇനി ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് മീഡിയം വലുപ്പമുള്ള 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെ ഒരു പച്ച മണം മാറണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ച മണം മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ഇതേപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് കൊടുത്ത് ഏകദേശം 1 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ മൈദയുടെ ആ ഒരു പച്ച ചവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ഇതേപോലെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി പൊടിയുടെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ മാറിയ ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മല്ലിയില ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ നന്നായിട്ട് പഴുത്ത പഴമാണ്. തൊലി കറുത്ത് തുടങ്ങുന്ന പഴം വേണം നമ്മളിതിലേക്ക് എടുക്കേണ്ടത്. ഇതേപോലെ തൊലി കറുത്ത പഴമാണ് എടുക്കുന്നതെങ്കിൽ പഴത്തിന് നല്ല മധുരവും അതേപോലെ തന്നെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് വരികയും ചെയ്യും. ഈ പഴം ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് മാവൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം കൂടിപ്പോകാനോ അതുപോലെ തന്നെ തീരെ കുറഞ്ഞു പോകാനോ പാടില്ല. വെള്ളം കൂടിപ്പോയാലും നമ്മൾ പഴം ഇതിൽ മുക്കിയെടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാവ് മാത്രമേ അതിൻ്റെ പുറത്ത് പറ്റി പിടിക്കുകയുള്ളൂ. വെള്ളം തീരെ കുറഞ്ഞു പോയാൽ നമ്മൾ പഴം മുക്കിയെടുക്കുന്ന സമയത്ത് ഒരുപാട് മാവ് അതിൻ്റെ പുറത്ത് പറ്റി പിടിച്ചിരിക്കും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാട് ലൂസുമല്ല എന്നാൽ ഒരുപാട് തിക്കുമല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഈ പഴത്തിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഈ പഴം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. 2 സൈഡിലും ചെറിയ രീതിയിൽ ഒന്ന് തുമ്പ് വിട്ട് കൊടുത്തിട്ട് വേണം കത്തി വെച്ച് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാനായിട്ട്. കത്തി വെച്ച് വരഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് കട്ട് ചെയ്യുന്ന സമയത്ത് പഴത്തിൻ്റെ ഒരു അടിഭാഗം മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ മാവിൽ മുക്കിയെടുക്കുന്ന സമയത്ത് അതങ്ങ് കവറായി പൊക്കോളും. ഇനി ഞാൻ പഴത്തിന് 2 സൈഡിലും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിൽ നിന്നും ആ ഒരു പഴത്തിൻ്റെ ഒരു കുരു ഒന്ന് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതേപോലെ ചെയ്താൽ മതി, കുരു ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇതേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് കുറേശ്ശെയായി വെച്ച് കൊടുക്കാം. നമ്മൾ ഫില്ലിങ്സ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് വേണം ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ ഫില്ലിങ്സ് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്ന സമയത്ത് പഴം പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. എത്രയും ഫില്ലിങ് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റുമോ അത്രയും ഫില്ലിങ് ഇതിലേക്ക് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. പഴം പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതേപോലെ ബാക്കി എല്ലാ പഴവും ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഫില്ലിംഗ് ഒക്കെ നിറച്ച് കൊടുത്ത ശേഷം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ആ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് കവറാകുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഫില്ലിങ്സ് നന്നായിട്ട് കവറാകുന്ന രീതിയിൽ മാവൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ഈ പഴം മൊത്തത്തിൽ മാവിലിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. മാവിൽ നന്നായിട്ട് കവർ ചെയ്തെടുത്ത ശേഷം നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തീ കൂട്ടി വെക്കല്, കുറഞ്ഞ തീയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരികയുള്ളൂ. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തിരിച്ച് മറിച്ച് ഇട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. രണ്ട് സൈഡ് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഉള്ളിൽ നല്ല സോഫ്റ്റ് ഫില്ലിങ്ങും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ പഴം നിറച്ചത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുതേ. നോക്കിക്ക്, ആ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പഴത്തിൻ്റെ ആ ഒരു മധുരവും ചിക്കൻ്റെ ആ എരിവും കൂടെ ഒക്കെ ചേരുമ്പോഴത്തേക്കിന് ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതേപോലെയുള്ള റെസിപ്പിക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.